ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഡെഫിനറ്റ്ലി നിങ്ങളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഞാൻ ഇന്ന് ചില ആളുകളെ ട്രിഗർ ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സ്പിരിച്വാലിറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെ. സ്പിരിച്വൽ അവേക്കനിങ്, സ്പിരിച്വൽ ജേർണി, ഹയർ പേർപ്പസ്, ഹയർ സെൽഫിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ബ്ലോക്ക് ആയിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സിറ്റുവേഷനിൽ, സ്പിരിച്വൽ ജേർണിയിൽ നമ്മൾ നമ്മുടെ സോളിനെ കൂടുതൽ തിരിച്ചറിയാണ് അല്ലെ, നമ്മൾ കൂടുതൽ മനസ്സിലാക്കാണ്. അതേസമയം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങളും കൂടെ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ കൂടുതൽ അവേക്കനിങ് ആവുന്ന സമയത്ത്, നമ്മുടെ സോൾ കുറച്ചുകൂടെ അവേക്കൻ ആവുന്ന സമയത്ത് നാച്ചുറലി നമ്മുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്വിൻ ഫ്ലെയിം സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു ഇന്റൻസ് ആയിട്ട് തോന്നുന്ന പല റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടി നമ്മൾ പോകേണ്ടി വരും. അത് അതിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതുപോലെ നമ്മുടെ സെയിം സോൾ ഫാമിലി എന്നുള്ള ആളുകളൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, അത്ര ഇന്റൻസ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഇതുപോലെ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന്റെ ഒരു പേർപ്പസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള ചില റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ഷൻസ് നിങ്ങൾ എടുക്കുക. എങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്കത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എങ്ങനെയാണോ പോകുന്നത് അത് നിങ്ങൾക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും നീട്ടി കൊണ്ടുപോവാം. അത് നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഒരു മേജർ ആക്ഷൻ അതിന്റെ മേലെ എടുക്കുന്നത് വരെ ഈ ഒരു സിറ്റുവേഷൻസ് കണ്ടിന്യൂ ചെയ്തു പോവാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ ഒരുപാട് അവസരങ്ങൾ നഷ്ടമാവുകയാണ്, നിങ്ങളുടെ സമയം നഷ്ടമാവുകയാണ്. നിങ്ങളുടെ ലൈഫിലെ പല ഏരിയാസിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലെത്താൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അവിടെ കണക്ട് ചെയ്യാതെ പോവുകയാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഹയർ പേർപ്പസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ലെസൺ ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു ലെസൺ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ ആ ഒരു പെയിനില്, ആ ഒരു സിറ്റുവേഷൻ അത് എത്ര ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എക്സിസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുക, ചില മാറ്റങ്ങൾ വരുത്തുക. എങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിനും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നിങ്ങൾക്കും ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ ഒരു പേഴ്സണും ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഡെഫിനറ്റ്ലി നിങ്ങളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മിഷൻ എന്താണോ, നിങ്ങളുടെ ഒരു ലൈഫ് പേർപ്പസ് എന്താണോ, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷന് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, അത് എത്ര സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ആൻഡ് മേജർ ആയിട്ട് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇന്നർ ടാലന്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്. സോ നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ മാത്രമായിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കാതെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ആവാനുണ്ട്. ഓക്കെ, സോ അത് ഈ ഒരു മൊമെന്റിൽ ചില കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങൾ വിട്ടേക്കുക. സ്ലോലി നിങ്ങൾ മുന്നോട്ട് വരാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു യാത്ര പോവാണ്. ഓക്കെ, നമ്മുടെ ഒരു ജനിച്ച സമയം മുതൽ നമ്മളൊരു യാത്രയിലാണ്. ആ ഒരു വഴിക്ക് വെച്ച് നമ്മൾ പല ആളുകളെയും മീറ്റ് ചെയ്യും അല്ലെ. ചില ആളുകളോട് നമുക്ക് വലിയൊരു ബന്ധങ്ങളൊക്കെ തോന്നും എന്ന് കരുതി നമ്മൾ അവരുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ വേറെ എങ്ങോട്ടോ പോകേണ്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തോ കാര്യം കൂടെ ചെയ്യാനുണ്ടായിരിക്കാം. സോ നമ്മൾക്ക് അവരായിട്ട് ഉണ്ടായിട്ടുള്ള നല്ല മൊമെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന നല്ല മൊമെന്റ്സ് ഡെഫിനറ്റ്ലി ചെറിഷ് ചെയ്യുക. അത് നന്നായിട്ട് തന്നെ നമ്മൾ എടുക്കുക. ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോവാം. മുന്നോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് അൺഫോൾഡ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ.
ഉണ്ടാവുള്ളൂ. ആൻഡ് ട്രസ്റ്റ് മീ, നമ്മൾ അങ്ങനെ ലൈഫിൽ ഓരോ ചലഞ്ചും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്താണ് നമ്മൾ ആ ഒരു ഡിവൈൻ ആയിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാക്കുക. ഓക്കെ, സോ ആ ഒരു ഗെയിം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുക. സോ നമ്മൾ കുറച്ചുകൂടെ ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടും, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടും. ഈവൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ചില പ്ലേസിൽ നിന്ന് നമ്മൾ ഒന്നും ഇല്ലാണ്ടായിരിക്കാം ഇറങ്ങി വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ട്രസ്റ്റ് മീ, നിങ്ങൾ അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. സോ നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വലിയൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫിലാണ് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നിങ്ങളെ ലീഡ് ചെയ്യുക. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ചിന്താഗതിയൊക്കെ ഒരുപാട് എഫക്ട് ചെയ്യാനുള്ള ഒരു റീസൺ ആവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ചില പ്ലേസ്, അത് നിങ്ങൾക്ക് എത്ര ഇഷ്ടം തോന്നിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര കണക്ഷൻ തോന്നിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, അത് മേ ബി നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ അതൊരു വേദനയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് വലിയ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ കൂട്ടാം. ഓക്കെ, വലിയ ആരോഗ്യത്തോട് കൂടിയിട്ടാണ് ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല, നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ഹെൽത്തി ആയിട്ട് തന്നെ ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൊണ്ടുപോവുക. അതെല്ലാം ആ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ലാക്നെസ്, ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പോസസീവ്നെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ ഒരുപാട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പുറത്തേക്ക് വരാനുള്ള ഒരു കറേജ് കാണിക്കുക, ഒരു പാറ്റേണിന് പുറത്തേക്ക് വരാനുള്ള ഒരു കറേജ് കാണിക്കുക. അത് നിങ്ങൾക്ക് എത്ര വേണം എന്ന് തോന്നുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും. ആൻഡ് മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ ചില ആക്ഷൻസ് എടുത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരാനുള്ള ഒരു കറേജിനെക്കാട്ടി കൂടുതൽ അത് സെൽഫ് റെസ്പെക്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു സെൽഫ് റെസ്പെക്റ്റോട് കൂടി ചില ധൈര്യമായിട്ട് ചില തീരുമാനം എടുത്ത് നമ്മൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ട്രസ്റ്റ് മീ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം നിങ്ങൾക്ക് മുന്നിൽ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ വിട്ടുകളയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഒരു നഷ്ടമായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്പർ 1, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഐഡന്റിറ്റി ഇല്ല. നിങ്ങൾ ആരാണ് ആ വ്യക്തിയുടെ ലൈഫിൽ, അല്ലെങ്കിൽ ആ വ്യക്തി ആരാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, മേ ബി നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേറൊരാളുടെ അടുത്തും പറയാൻ പറ്റില്ല. നിങ്ങളത് സീക്രറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എന്താണെന്നുള്ളത്. ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ചിന്തിക്കുകയാണ് ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഐഡന്റിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും ദാറ്റ്സ് ഓക്കെ. നിങ്ങൾ രണ്ടുപേരും അവിടെ ഓക്കെ ആണ്, നിങ്ങൾ രണ്ടുപേരും അത് ഹെൽത്തി ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. രണ്ടുപേർക്കും യാതൊരു വിഷമോ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനോ സങ്കടമോ ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആരും അറിയിക്കാതെ നിങ്ങൾ കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ബാക്കി കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, നമ്മളൊരു ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് ലാക്നെസ് ഉണ്ടാവും. ഓക്കെ, ഇമോഷണൽ ലാക്നെസ് ഉണ്ടാവും, ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, പൊസസീവ്നെസ് ഉണ്ടാവും, ഡൗട്ട്സ് ഉണ്ടാവും, പേടി ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഡൗട്ട് തോന്നാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റിനെ പറ്റിയിട്ട് തന്നെ ഒരു ഡൗട്ട് വരാൻ തുടങ്ങും. നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഓർ ഇതിനെ പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് അറിയാം ഇതിൽ പ്രത്യേകിച്ച് ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, പക്ഷെ പോകുന്ന രീതിയിൽ നിങ്ങൾ പോവുമായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസും വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യലി നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ, അത് മേ ബി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലെസൺ ആയിരിക്കാം. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജേർണിയിൽ നിങ്ങൾ റിയലൈസ് ചെയ്തു പോയിട്ടുള്ള സ്പെഷ്യൽ സോൾ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. പക്ഷെ എന്ത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, എന്ത് കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും, അത് നിങ്ങളുടെ ഇമോഷൻസ് ഇതുപോലെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന്
പെട്ടെന്ന് ആ ഒരു പാറ്റേൺ ബ്രേക്ക് ആക്കി നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരണം. കാരണം ഇത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് നിങ്ങളെ യാതൊരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം അവർക്ക് വേണം. ചില ആളുകൾക്ക് പെട്ടെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസ് മനസ്സിലാക്കി ഇങ്ങനത്തെ ഒരു പാറ്റേൺ മസ്റ്റായിട്ട് ബ്രേക്ക് ചെയ്യുക. കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പല ഇന്റൻഷൻസും കണക്ട് ചെയ്യാതെ പോവാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്പർ 2, നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീതിങ്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണിത്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരിക്കണം, ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഒരുമിച്ചിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും സംസാരിക്കാനുണ്ടാവില്ല അവിടെ. ആ വ്യക്തിയുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയുന്നുണ്ടായിരിക്കണം, പ്രോബ്ലത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളും അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു ഫ്യൂച്ചർ അവിടെ ഉണ്ടാവുന്നില്ല. ഇറ്റ്സ് ലൈക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടായിരിക്കണം. ഒന്നുകിൽ അത് സെക്ഷൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അവിടെ നിന്ന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് അവിടെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. പക്ഷെ ഒരുമിച്ചൊരു ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ പരസ്പരം ചിന്തിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ റീതിങ്ക് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്, ചേഞ്ച് ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ്. ആ വ്യക്തിയോട് നിങ്ങൾക്ക് എത്ര ഇഷ്ടമുണ്ടെങ്കിലും, എന്തിന്റെ പേരിലാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നതെങ്കിലും, നിങ്ങൾ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അല്ല. എന്ത് കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും, ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, ഹൂ എവർ ഇറ്റ് ഇസ്. നമ്പർ 3, നമ്മളൊരു റിലേഷൻഷിപ്പിലാണ്. പക്ഷെ ഈ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ഒരു വിരുന്നുകാരനെ പോലെയാണ്. എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു സമയത്തായിരിക്കും വരിക. ലൈക്ക് സീസണൽ ആയിട്ട്, ഓൺ ആൻഡ് ഓഫ് പോലെ, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ. നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. വ്യക്തിയാണ് അതെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കണം. ഒരു ക്ലാരിറ്റി നിങ്ങൾ സെൽഫായിട്ട് കൊടുക്കണം. സ്ട്രോങ് ആയിട്ട് ചില യെസ് ഓർ നോ പറയാനുള്ളൊരു കറേജ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണിക്കുക. കാരണം ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് എത്രമാത്രം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾക്ക് അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഇമോഷൻസ് ആണ്, ആ വ്യക്തിയോടുള്ള സ്നേഹം, ആ വ്യക്തിയോടുള്ള ഇമോഷൻസ് ആണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾക്കൊരാളോട് സ്നേഹമുണ്ടെന്ന് കരുതി, നിങ്ങൾക്കൊരു ആളോട് വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് കരുതി അത് ഒരു രീതിയിലും ആ വ്യക്തി ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുന്നുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ഉള്ള ഒരു ഫ്രീഡം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അത് ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഒരു ബ്ലോക്ക് ആക്കി നിൽക്കുകയാണ്. നിങ്ങൾ അത്യാവശ്യമായിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ ലൈഫ് സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് എടുത്ത് പോകുന്നുണ്ടായിരിക്കണം. പക്ഷെ എഗെയിൻ നിങ്ങളുടെ ഒരു പാത്തിൽ എഗെയിൻ ഈ ഒരു കാര്യം വന്ന് നിങ്ങളെ ബ്ലോക്ക് ആക്കി നിർത്തും. നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. നിങ്ങൾ ആ ഒരു കയോട്ടിക് സിറ്റുവേഷനിൽ എഗെയിൻ കൊണ്ടുവെക്കും. ഈ ഒരു വ്യക്തി വന്നു പോയാൽ നിങ്ങൾ വീണ്ടും അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? നിങ്ങൾ ഒരു വിധമൊക്കെ നീങ്ങി പോകുന്ന സമയത്ത് വീണ്ടും ആ വ്യക്തി വരുന്ന സമയത്ത് എഗെയിൻ അവിടെ ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, കാരണം ഇത് നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. എപ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് മേ ബി ആ വ്യക്തി നമ്മൾക്കൊരു ക്ലാരിറ്റി തരുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, മേ ബി ആ വ്യക്തി കൺഫ്യൂസ്ഡ് ആയിരിക്കാം. നിങ്ങളുടെ അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. സ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് അത്ര ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു സമയം ആ വ്യക്തി അതിന് വേണ്ടി പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള യെസ് ആയിട്ടോ അല്ലെങ്കിൽ നോ ആയിട്ടോ തന്നെ എടുക്കുക. ഓക്കെ, അതിന്റെ ഇടയിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ സ്വയം നിങ്ങളെ കൊണ്ടുവെക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാതിരിക്കുക. മേ ബി അവർ ഓൾറെഡി ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ സാധിക്കില്ല എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വീണ്ടും നിങ്ങൾ അവിടെ നിന്ന് എപ്പോഴെങ്കിലും ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി നിങ്ങളെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കണം. സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ റിലേഷൻഷിപ്പിലാണോ? അല്ല. ഒരു കമ്മിറ്റ്മെന്റ് ആ ഒരു റിലേഷൻഷിപ്പിലുണ്ടോ? ഇല്ല. ലോങ് ടേമിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എടുക്കാൻ സാധിക്കോ? ഇല്ല. സോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫാണ്. ലൈഫിൽ നമുക്ക് ആരോട് വേണമെന്നുണ്ടെങ്കിലും ഇഷ്ടങ്ങളും കാര്യങ്ങളും കണക്ഷൻസ് ഒക്കെ തോന്നാം. പക്ഷെ അത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.
ഇനീഷ്യലി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാലാകാലം ജീവിതം കൊണ്ടുപോകരുത്. അത് നിങ്ങളുടെ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്, ടോക്സിസിറ്റി ആണ്. ആൻഡ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.